എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയാണല്ലോ ഓണാഘോഷത്തെക്കുറിച്ച്. ഓണാഘോഷത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളായ ആളുകൾ ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ച്, അതിൽ പ്രത്യേകിച്ചും മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കുന്നതും ഓണത്തിനനുബന്ധിച്ച് സെറ്റ് സാരി എടുക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, മക്കനെ ഇട്ട് ഡാൻസ് കളിക്കാൻ പാടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും പ്രചരണങ്ങളും വിവാദങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ കാണാനിടയായി, ഒരു ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. സോ അത് വളരെ ഗൗരവപരമായ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. എന്തൊക്കെയാണ് സ്കൂളൊക്കെ നടക്കുന്നത് ആഘോഷത്തിന്റെ പേരിൽ എനിക്ക് പലരും വിട്ടുന്നു. സ്കൂളൊക്കെ നടക്കുന്ന സംഗതികൾ പെൺകുട്ടികൾക്കൊന്നും ഒരു ഹയാവും ഇല്ലാതെ അറിയാത്തോണ്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഖുറാന്റെ വെളിച്ചും തണലും ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ അതൊന്നും വലിയ ഭാരമായിട്ടൊന്നും തോന്നില്ല. നമ്മളതിലൊക്കെ ഭാഗവാക്കായിട്ടുണ്ടാവും. നമ്മൾ അവരൊന്നും ആക്ഷേപിക്കല്ല, ഗുണകാംക്ഷയോട് പറയാണ്. ഓർക്കത് അശ്രദ്ധയാണ്, ഓർക്കത് മനസ്സിലാണില്ല. ഉസ്താദ് പറഞ്ഞത് വളരെ ശരിയല്ലേ? ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഇതിനെക്കുറിച്ചൊരു അറിയാഞ്ഞിട്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഉസ്താദ് ഒരു തെറ്റും ഇതിൽ പറയുന്നില്ല. ഉസ്താദ് എന്താ പറയുന്നത്? ഉസ്താദ് ദീനിൽ പറയുന്ന കാര്യങ്ങളിൽ, ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉസ്താദ് പറയുന്നത്, അല്ല പുറത്തുനിന്നല്ല. ഉസ്താദിന് ഈ ഖുറാന്റെ അറിവും തണലും ഒക്കെ ഉള്ളതുകൊണ്ട് ഉസ്താദ് അമ്മമാര് പരിപാടിക്ക് നിൽക്കുന്നില്ല. ഈ കുട്ടിയൊക്കെ ഖുറാനെ പറ്റി ശരിക്കും അറിയില്ല, അതുകൊണ്ടാണ് ഒരുമാര് പരിപാടിക്ക് നിൽക്കുന്നത്. ഉസ്താദ് പറഞ്ഞത് വളരെ ശരിയാണ്. ഖുറാനിൽ പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയുന്ന അനുസരിച്ച് ഇമ്മാര് പരിപാടിക്ക് നിൽക്കാനേ പാടില്ല. അത് തെറ്റാണ്, ഇസ്ലാമികപരമായിട്ട് അത് തെറ്റാണ് എന്നുള്ളത് ഉസ്താദ് പറയുന്നത് വളരെ ശരിയാണ്. അതിൽ ഉസ്താദിന് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഉസ്താദ് പറയുന്നത് ഇസ്ലാമാണ്. അപ്പൊ നിങ്ങളത് ഇസ്ലാം ആയിട്ടാണ് നിങ്ങൾ നടക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഇമാതിരി പരിപാടിക്ക് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഉസ്താദ് പറഞ്ഞ വളരെ ശരിയായ കാര്യം. അക്ഷരാംശത്തോട് പറയണം. ഓർക്കത് അശ്രദ്ധയാണ്, ഓർക്കത് മനസ്സിലാണില്ല. എന്താ ഒരു എന്നോട് ചോദിച്ചു, ഇപ്പൊ ഈ കുട്ടികൾക്ക് ഓണത്തിനൊക്കെ സാരിയും അതിന്റെ സാരി എന്താ സെറ്റ് സാരിയോ അമ്മ വെള്ളിയാഴ്ചയാണല്ലോ കണ്ടത്. ആ വെള്ളിയാഴ്ച ഞാൻ കുത്തുപഞ്ഞ് പോയി നോക്കുമ്പോൾ ബ്ലോക്കിന്റെ അങ്ങേയറ്റത്തെ ബ്ലോക്ക്, വണ്ടിയൊക്കെ കാല് കടഞ്ഞിട്ട് വണ്ടി ഓട്ടോമാറ്റിക് ആക്കേണ്ടിരുന്നൊക്കെ തീരുമാനിച്ചതാണ്. അങ്ങനെ പോകണേ ഈമാനോട് പോട്ടയം. ഒരു സാരി എടുക്കാനൊക്കെ പോകണ ഈമാനാണെങ്കിൽ തെറിച്ച പോണ എന്താ പറയാ, ജലദോഷം പിടിച്ചു പോകുന്നു എന്നാ അങ്ങോട്ട് പോട്ടെ, വിശ്വാസത്തിന്റെ പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ പറയുന്ന മൂല്യന്മാരുള്ള ഇറക്കാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ആ പറിച്ചിലോട് കൂടെ തന്നെ ആള് മുർത്തതാവും. അതാണ് അമ്മ ഒരു പറച്ചിലോട് കൂടെ തന്നെ നിങ്ങൾ മുർത്തതാവും. നിങ്ങൾ പിന്നെ അതിന് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ തുമ്മിയാ തെറുക്കണ ഈമാനാണ്ട് പോട്ടെ എന്ന് പറഞ്ഞാല് നിങ്ങൾ മുർത്തതായി, അതിലെന്താ സംശയമുള്ളത്? അപ്പൊ എപ്പോഴോ മുർത്തതായി. നിങ്ങൾ ആ ഒരൊറ്റ പറച്ചിൽ മതി മുർത്തതാവാൻ വേണ്ടിയിട്ട്. അപ്പൊ മുർത്തതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വേറെ വിഷയം, അത് നമ്മുടെ പ്രമാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് പോട്ടെ, നിങ്ങൾ ഈ ഒരൊറ്റ പറച്ചിൽ പറഞ്ഞാൽ തന്നെ നിങ്ങൾ മുർത്തതായിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, പ്രവർത്തിക്കാൻ. എല്ലാ വെറുതെ ഉസ്താദുമാരുള്ള ദേശത്തിന് തുമ്മിയാ തീർക്കണ മൂക്കാണ് എങ്കാണ് പോട്ടെ എന്നൊക്കെ ഈമാനെ കുറിച്ച് പറഞ്ഞാൽ മുർത്തതാവും. ഇത് മൂല്യര് പറഞ്ഞു വളരെ ശരിയാണ്. ഇതൊന്നും പ്രമാണത്തിനെതിരായിട്ട് നമ്മളെ മൂല്യര് പറയണേ ഇല്ല എന്നുള്ള സത്യങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെ വർത്തമാനങ്ങളാണ് പറയുന്നത്? ഈ വർത്താനാണ് അപകടം. എന്നമാർക്ക് അതൊക്കെ ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് മൂല്യം കാര്യമൊന്നും വേണ്ടല്ലോ. അവനെ പെരി അവനെ പറഞ്ഞാൽ പെരിനാളെ വരുന്നൊക്കെ ഈ ആണുങ്ങൾക്കുള്ള പെരിനാണല്ലേ, ഈ വാപ്പാരെ മക്കളൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ ഞാൻ എന്താ പറയുക, അതൊക്കെ ഡ്രസ് കോഡ് അല്ലേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് എന്റെ മോന് സാരി എടുത്താളല്ല ചോദിക്കണ്ടോ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പുതിയ ഒരാളാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ശരിയാണ്. എന്താണ് പോണം ശുർക്കായിട്ട് ബന്ധപ്പെട്ട ആഘോഷം എന്നുള്ളതിലൊക്കെ നടക്കണ്ടോ? ഇതിനെ പൂക്കളുണ്ട്, പൂക്കളെ തൃക്കാക്കരയാണല്ലോ ഈ വാമന ദൈവത്തിനുള്ള ക്ഷേത്രം ഉള്ളത്. അങ്ങോട്ട് പോണതിന് പകരം ഇവിടെ പൂക്കളിട്ടിട്ട് മൂർത്തികളെ വെക്കുന്നുണ്ട്. അതിനാണ് ഈ പൂക്കളം. അപ്പോൾ ഒരു ശുർക്കായിട്ട് ബന്ധപ്പെട്ട ഉത്സവം നിലയിൽ തർക്കമില്ല. അപ്പൊ നമുക്ക് അതിനുള്ള നിലപാട് എന്താ വെച്ചാൽ നമ്മുടെ ഫുഖാക്കള് ഇമാമിങ്ങൾ പറഞ്ഞത് അതിൽ വിശ്വസിക്കാൻ പാടില്ല, അതിനോട് തുല്യമാകാനും പാടില്ല. അതിനോട് യാതൊരു മുഷാബത്തും കൽപ്പിക്കാതെ അതിൽ പങ്കെടുത്തോണ്ട് ഒരു ചോറ് വെച്ചോണ്ടൊന്നും കുഴപ്പമില്ല എന്നുള്ള മനസ്സിലാക്കണ്ട. ഇത് തുല്യമാകലല്ലേ? ഈ പൂക്കളടലും ഈ സാരി എടുക്കലൊക്കെ തുല്യമാകുന്ന വിഷയമല്ലേ? അപ്പൊ അത് ഹറാമാണ്. അത് പറഞ്ഞപ്പോൾ എന്റെ മോനോട് നിന്നു. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞൂടെ? അപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കിട്ടുന്ന ചാൻസിലൊക്കെ പറഞ്ഞുകൊണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കണം, തടയണം, നന്മ ഉപദേശിക്കണം, തിന്മ തടയണം. അത് ഈ ഉമ്മത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അത് നാവുകൊണ്ട് പറ്റുമെങ്കിൽ നാവുകൊണ്ട് പറയാം, കൈയോണ്ട് പറയേണ്ടടുത്ത് കൈയോണ്ട് ഉണ്ടാക്കുക, തടുക്കുക. അതില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഓണത്തിന് പോയി ചോറുന്ന് വെച്ചിട്ടോ സദ്യ കുടിച്ച് വെച്ചിട്ടോ പായസം കുടിച്ചിട്ട് ഏമ്പക്കം മുട്ട് വെച്ചിട്ടോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ അതിനോട് തുല്യമാവാൻ പാടില്ല. തുല്യമാവാൻ പോയാൽ അത് ശിർക്കാണ്. ഇപ്പൊ തൃക്കാക്കരപ്പന വെക്കണത് ശിർക്കല്ലേ? ശിർക്കന്നെയാണ്. കാരണം അത് ആഘോഷിച്ച് വെക്കണത് ശിർക്കന്നെയാണ്. പൂക്കളിടുന്ന ശിർക്കല്ലേ? പൂക്കൾ അവിടെ തൃക്കാക്കര അമ്പലത്തിൽ പോയി നേദിക്കാൻ പറ്റാത്ത പൂവാണ് ഇടുന്നത്, ശിർക്കാണോ വെച്ചാൽ ശിർക്കാണ്. പക്ഷെ ഈ സ്കൂളിൽ അത് ഇടുന്നതൊന്നും ശിർക്കല്ല ഉസ്താദേ. സ്കൂളിലൊക്കെ ഓലരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആഘോഷത്തിന് വേണ്ടിയിട്ട് ഇടുക. അതൊക്കെ നിങ്ങളിങ്ങനെ ശിർക്കാണ് എന്ന് പറഞ്ഞ് കുട്ടികൾ ആ പറഞ്ഞ വർത്താനം പറയും. എന്ത് പറയും? ആ തുമ്മിയ തെറുക്കണ മൂക്കാണെങ്കിൽ മൂക്ക തെറിച്ചു പോട്ടെ എന്ന് കുട്ടികൾ പറയും. അത് നിങ്ങൾ ഇതൊന്നും ശിർക്കായിട്ട് കാണണ്ട. സ്കൂളിൽ ഇടുമ്പോൾ ഓലൊരു സന്തോഷത്തിന്, മനുഷ്യന്മാർ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഈ പറഞ്ഞ വർത്താനൊക്കെ ശരിയാണ്, പക്ഷെ അതൊന്നും ശിർക്കിന്റെ ഭാഗമായിട്ട് ഇടുന്നതല്ല. ആ ഓലൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്, മനസ്സിലായ? അതുകൊണ്ടാണ്. അപ്പൊ അതിനൊക്കെ നിങ്ങൾ എതിർക്കുന്നതുകൊണ്ടാണ് ഓല തുമ്മിയ തെറുക്കണ മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ എന്ന് വിചാരിക്കണേ. ഇത് നിങ്ങൾ ശിർക്കായിട്ട് കാണണ്ട, ഒരു ആഘോഷമായിട്ട് കണ്ടാൽ മതി. യൂട്യൂബിലൊക്കെ ഓരോ മൂപ്പന്മാരുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഭയങ്കര ആഘോഷം ഉണ്ടായത്. വേറെ ആൾ പറഞ്ഞു ഇവർക്കൊന്നും ഹൈന്ദവ സഹോദരന്മാർക്കൊന്നും കിട്ടിയില്ലോ ഈ സെറ്റ് സാരി ഇതൊക്കെ പടക്കപ്പാടെ മാപ്പിളനെ കൊണ്ടുപോയിട്ട് ഓൽക്കുള്ളത് കഴിഞ്ഞു തന്നെ അവർക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും എന്റെ അവകാശികൾക്ക് കഴിയാതെ തുൽമ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ പറയാം, നല്ല മൃദുലമായിട്ട് പറഞ്ഞു കൊടുക്കണം, വളരെ സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോൾ ഈ മാർഗത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ അതിന് മുമ്പിലുണ്ടാവും. ഞാൻ മുമ്പിലുണ്ടാവും തന്നെ. ഞാനിപ്പോൾ ഈ മേഖലയിലൊക്കെ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്താ നാട് തീർച്ചയായിട്ടും കണ്ടൊക്കെ ചോദിക്കണം, അതിലേക്ക് എനിക്ക് തോന്നുന്നത് സ്കൂളിപ്പോൾ വളരെയധികം അനർത്ഥങ്ങളും സംഗതി. അതാണ്
ഹിന്ദുക്കൾക്ക് സാരി കിട്ടാല്ലാന്ന്, സെറ്റ് സാരി കിട്ടാല്ലാന്ന് ആ സങ്കടം ഉണ്ട് ഉസ്താദിനെ. പക്ഷെ അത് നിങ്ങൾ ബേജാറുണ്ട്, അതൊക്കെ കച്ചവടക്കാർ അതിനനുസരിച്ച് കൊണ്ടുവച്ചോളും. അപ്പൊ നിങ്ങൾ ഉസ്താദ് നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇതിൽ നിൽക്കുന്നത്, ഇങ്ങനെ ആഘോഷിക്കാം മുസ്ലിം പെൺകുട്ടികൾ നിൽക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാനും ഈ മാർഗത്തിലല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ മുന്നിലുണ്ടാവുന്നത്. കാരണം എന്താ? ആ മുന്നിലുണ്ടാകാൻ കാരണം ഇത് മനുഷ്യന്മാർക്ക് സന്തോഷം തരുന്ന ഒരു സാധനമാണ്. ഇന്ന് നിങ്ങൾ ഇസ്ലാമിനെ എടുത്തു നോക്കി, ഇസ്ലാം പറഞ്ഞ ഒരു ഡ്രൈ മതമാണ്. അതായത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു ആഘോഷവും ഇല്ല. അവർക്ക് ഇതേപോലെ ഒന്ന് പുറത്തിറങ്ങാനോ ആഘോഷിക്കാനോ ഇസ്ലാമിൽ പറ്റാത്തതുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഈ ആഘോഷത്തിന് ചേരുന്നത്. അപ്പോൾ ഓൽക്കത് ഇഷ്ടമുണ്ട്, ഓലെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാവും. അല്ലെ ഓല അതിൽ ശിർക്ക് കണ്ടിട്ടോ വാമനമൂർത്തിനെ ആരാധിച്ചിട്ടോ വാമനമൂർത്തി ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ വാമനമൂർത്തിയുടെ പ്രാർത്ഥിച്ചിട്ടോ അല്ല ഇത് ചെയ്യണത്. മറിച്ച് എന്താ, ഇതിലൊരു ആഘോഷത്തിൽ ഒരു സന്തോഷമുണ്ട്. മനുഷ്യന്മാർ സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ. ഇങ്ങളെ ദീനില് ആ ഒരു സന്തോഷം പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ നബിദിനത്തിന് ആഘോഷിക്കും, നബിദിനത്തിന്റെ റൂട്ടും കൂടെ ഇങ്ങനെ ദഫ് മുട്ടിക്കാണ്ട് കുട്ടികൾ ആൺകുട്ടികൾ ദഫ് മുട്ടി പാട്ടിയാടി പോകുമ്പോൾ ആ ആൺകുട്ടികൾ സന്തോഷിക്കണ്ടേ? അതിലൊരു പെൺകുട്ടിക്ക് ഒരു ചാൻസ് ഉണ്ടാ? ആ പെൺകുട്ടിക്ക് ഒരു ചാൻസ് ഇല്ല. ഞാൻ കഴിഞ്ഞല്ല അതിന് മുന്നത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു പെൺകുട്ടി ആൺകുട്ടികൾ നബിദിനത്തിന് ഇങ്ങനെ റൂട്ടും കൂടെ ഡാൻസ് കളിച്ച് പോകുമ്പോൾ ഒരു പെൺകുട്ടി അതിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ച് അതിന്റെ പൂതി തീർക്കണേ. ആ പൂതി എല്ലാവർക്കും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഈ മാർഗത്തിൽ അല്ലെങ്കിൽ നിങ്ങളും ഇതിന്റെ ഉണ്ടാവുന്നത്? കാരണം എന്താ, നിങ്ങൾക്കും ആ പൂതി ഉണ്ട്, ഇക്കും ആ പൂതി ഉണ്ട്. സന്തോഷിക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്? അപ്പൊ ഈ മനുഷ്യന്മാരെ സന്തോഷത്തിന് വിലങ്ങ് തടിയിടുന്ന ദീന്, അതിന് ഏത് ദീനാണെങ്കിലും ആൾക്കാർക്ക് പറ്റൂല. നിങ്ങൾ എത്ര വീർപ്പിച്ചാലും ആൾക്കാർ അതിനൊക്കെ മാറി നിൽക്കും. കാരണം എന്താ, ആൾക്കാർക്ക് അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. ആൾക്കാർ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇതിപ്പോ ഈ മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ച് ഈമാനോണ്ട് സാരി ഇട്ട് ഉടുക്കാനും വയ്യ, പൂതി കൊണ്ട് സാരി ഉടുക്കാതിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഓല ആ ഈമാൻ തുമ്മിയ തീർക്കണ മൂക്കാണെങ്കിൽ ഞാൻ പോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താ, ആ ബേജാറൊക്കെ മാറ്റിയാണ്ട് ഈമാന്റെ ഭാഗമായിട്ട് മാറ്റിയേക്കുക. ഈ ആഘോഷിച്ചോട്ടെ. പെൺകുട്ടികളെ സംബന്ധിച്ച് ആഘോഷിക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഓല എങ്ങനെയെങ്കിലും ആഘോഷിക്കുമ്പോൾ അയിമ കയറുന്ന് ബേജാറായിട്ട് കാര്യമില്ല, അത് ആഘോഷിച്ചു പോകും. ആഘോഷം ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഇതിപ്പോ ഹിന്ദുക്കൾ വരെ ഈ വാമനമൂർത്തി ഉണ്ട് എന്ന് വിചാരിച്ചിട്ടോ മറ്റേ വാമന അവതാരം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടോ മഹാബലി ഉണ്ട് എന്ന് വിചാരിച്ചിട്ടോ ഒന്നല്ല. ഇതൊക്കെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ആഘോഷിക്കാനുള്ള പൂതിക്കാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. അല്ലാതെ ഈ സ്കൂളിൽ പൂക്കളിടുമ്പോൾ വാമനമൂർത്തിനെ മനസ്സിൽ വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? അതിലൊന്നും നിങ്ങൾ ശിർക്ക് കാണാൻ നിൽക്കണ്ടാന്നേ. അപ്പൊ ഈ പ്രശ്നം തീരും. അതൊരു ആഘോഷമായിട്ട് എടുക്കുക. സന്തോഷിക്കട്ടെ, മനുഷ്യന്മാർ സന്തോഷിക്കട്ടെ, പെൺകുട്ടികൾ സന്തോഷിക്കട്ടെ, ആൺകുട്ടികൾ സന്തോഷിക്കട്ടെ. ഈ ജീവിതത്തിൽ അതല്ല ഏറ്റവും വലുത്. ആൾക്കാർ സന്തോഷിക്കുമ്പോൾ കിടന്നുകാണ്ട് ഇടങ്ങേറാവുന്ന ഒരു പടച്ചോണ്ടെങ്കിൽ ആ പടച്ചോനൊരു പടച്ചോനാണോ പടച്ചോനെന്ന് ചോദിച്ചു പോയില്ല നമ്മള്. അപ്പൊ ആൾക്കാർ സന്തോഷിക്കണമൊക്കെ ഇനി ഒരു പടച്ചോണ്ടെങ്കിൽ ആ പടച്ചോന് ഇഷ്ടാവും. ഓല് തമ്മിൽ തീർത്തോളും. നിങ്ങൾ ബേജാറാണ്ടാന്ന് എനിക്ക് പറയാനുള്ളത്.